അങ്ങനെ നമ്മൾ ഇറങ്ങിട്ടോ. മഴയൊക്കെ തോർന്നു. നല്ലൊരു മഴ പെയ്തു അല്ലേ? രാവിലെ തുടങ്ങിയ മഴയാ. ഇപ്പൊ 12 മണിയായി. നമുക്ക് ഒരു ഇവിടുന്ന് ഒരു 70 കിലോമീറ്റേഴ്സ് 80 കിലോമീറ്റേഴ്സ് ആണ് തോന്നുന്നു മാമലക്കണ്ടത്തിലോട്ട്. നമ്മൾ അരുൺപുറ കയറി കഴിഞ്ഞാൽ പിന്നെ മാപ്പിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമ്മളിപ്പോ നേരെ അരുൺപുറന്റെ വീട്ടിലോട്ടാണ്. ഞാന് വിളിച്ചിട്ട് പുള്ളിയുടെ വേഗം പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡീസൽ ഒരു 1500 രൂപയ്ക്ക് ഫിൽ ചെയ്തിട്ടുണ്ട്. മൈലേജ് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇപ്പോഴും നമ്മൾ വാഴക്കരയിൽ കിടന്ന് കറങ്ങാണ്. അരുൺപുറ ആണെങ്കിൽ പോസ്റ്റായി നിൽക്കുന്നുണ്ടാവും. കൊറേ നേരമായില്ലേ പറഞ്ഞിട്ട്. മെട്രോ വർക്ക് നടക്കല്ലേ, വഴി കണ്ടോ ചെറുതായില്ലേ റോഡൊക്കെ. അതിന്റെ ഇടയിൽ കൂടെ മഴയും കൂടെ ആവുമ്പോ നമുക്ക് മെല്ലെ പോകാൻ പറ്റും. നമ്മള് കഴിഞ്ഞ ദിവസം പുള്ളിക്കാനം പോയി വന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ അന്ന് അവിടെ ചെളി കളിച്ച ഇതാണ് മൊത്തം വണ്ടിയിൽ ഇപ്പൊ ഉള്ളത്. ഇനി അത് വാഷ് ചെയ്യണമെന്ന് ഇന്ന് വിചാരിച്ചതാ. അപ്പൊ ഇനി ഇതും കൂടെ പോയി വന്നിട്ട് വാഷ് ചെയ്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം വരെ. അരുണെ കിട്ടി. അങ്ങനെ നമ്മള് പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റഷ് ഉണ്ട് റോഡ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭേദം ഉണ്ടാവില്ലടാ. ഇതുവരെ ഇങ്ങനെ മുന്നിൽ കുറെ വണ്ടി ഉണ്ട്. മൂന്നാർ 90 കിലോമീറ്റേഴ്സ്. ഇപ്പൊ ഞങ്ങൾ മാമലക്കണ്ടം വരെ ചുമ്മാ ഒരു ഡ്രൈവ്. അതാണ് ശരിക്കും ഞങ്ങക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മോർണിംഗ് എഴുന്നേറ്റോ നമ്മള് ഓൾറെഡി മോർണിംഗ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കറണ്ട് ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ചാടി നേരെ നമ്മളെ അണ്ണനെയും വിളിച്ച് ആദ്യമായിട്ട് KCB-ക്കാർക്ക് ഞാൻ താങ്ക്സ് പറഞ്ഞത്. ആകെ താറിലൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇതാണ്. പക്ഷെ അരുവിന് അതൊരു ബുദ്ധിമുട്ടേ അല്ല. അരുൺ എന്താ വേണ്ടത്? കൊഴക്കട്ട ചിക്കൻ റോള്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമുള്ളത് ആർക്കൊന്നുമില്ല. അപ്പൊ ഞങ്ങള് തൽക്കാലം കൊഴക്കട്ട എന്തൊക്കെ കഴിച്ച് ചിക്കൻ റോളൊക്കെ കഴിച്ചു. അതേ നോക്ക് അടിപൊളിയുണ്ടല്ലോ. കുറച്ച് കാട് കാര്യങ്ങളൊക്കെ തുടങ്ങി. കാടിന്റെ സൗണ്ട്. അപ്പൊ നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചെറിയൊരു കാട്ടിലോട്ട് കേറിയിട്ടുണ്ട്. ഈ കാട് മഴ നനഞ്ഞ് കാണാൻ ഒരു ഫീൽ അല്ലേ? ഇപ്പൊ അതിന്റെ ഹ്യൂ കംപ്ലീറ്റ് മാറി കിടക്കുമല്ലേ. നല്ല രസമല്ലേ. വേറൊരു ഗ്രീൻ എഡിറ്റ് ചെയ്ത് ചോദിച്ചു. കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴക്ക് പോകുന്ന റോഡാണിത്. ശരിക്കും അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് സൗണ്ട്. ഇവിടെ ചെറുതായിട്ട് ചെറിയൊരു ഏർമാടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നു. അത് പണ്ടത്തെ എങ്ങാണ്ടാണ്. ഇവിടുത്തെ മെയിനായിട്ട് ഇതേ ഈ ഒരു റോഡ് അടിപൊളിയാണ്. കാറൊക്കെ വരുന്നതാണ് നല്ല ഭംഗിയില്. നല്ലൊരു കിടിലൻ സീനിക് റോഡാണ്. പിന്നെ തിരക്കില്ല. സോ അത് ഞങ്ങൾക്ക് ഒന്നും കൂടെ ഹാപ്പിയാണ്. അതെ, ആരും പാടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. യാത്രക്കാരെ ശ്രദ്ധിക്ക്. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ്. അപ്പൊ ഇവിടുന്നാണ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി വീണ്ടും നമ്മൾ ആനക്കാട്ടിലോട്ട് കയറുകയാണ് നമ്മളുടെ ചെക്കനെയും കൊണ്ട്. ഇതേപോലത്തെ റോഡ് കാണും. അതുകൂടെ റോഡ് കാരണം ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ചെറിയ റോഡാണ്. നമ്മളിപ്പോ ഡീവിയേഷൻ എടുക്കാൻ പോവാണ്. ഇത് ബസ് പോകുന്ന വഴിയല്ലേ? KSRTC പോകുന്ന വഴി. KSRTC പോകുന്ന വഴി. കുട്ടമ്പുഴ വെള്ളം ക്രോസ് ചെയ്ത് പോകുന്നേ. നമ്മളപ്പോ ഒന്നും കൂടെ കാടിന്റെ ഉള്ളിലോട്ട് കയറിയ ഫീലാണ് ഇപ്പൊ ഉള്ളത്.
ഒക്കെ ഉണ്ട്. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ടൈം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രിസ്ലിംഗ് ആണ്, പെരുമഴയൊന്നുമില്ല. കാടിൻ്റെ ഉള്ളിൽ മഴ എന്ന് പറഞ്ഞത് വേറെ ഫീലാണ്. പിന്നെ അരുൺ ബ്രോ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ കുറച്ചും കൂടെ സേഫായിട്ട് നമുക്ക് പോവാം. ഇവിടെ നിന്നൊക്കെ കണ്ടില്ലേ, കുറച്ച് റോഡ് അത്യാവശ്യം മോശമാണ്. പിന്നെ ഈ മഴക്കാലത്ത് വരുന്ന സമയത്ത് നമുക്ക് കുഴിയൊന്നും ചിലപ്പോൾ കാണില്ല. ഇങ്ങനെ ചാടി കളിച്ചിങ്ങനെ പോവാം. പിന്നെ നമ്മുടെ താറിൽ ഇങ്ങനെ ചാടി കളിച്ച് പോവാൻ ഭയങ്കര ഫീലാണ്. പിടിച്ചിരിക്കുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട് ഇത്. പിന്നെ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പോവുക. കാടാണ്, ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പാലിച്ച് പോവുക. ആനിമൽസ് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതേപോലെ ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ലത്. എനിവേ റൂട്ട് സ്റ്റാർട്ടിങ്ങിൽ പൊളി എന്ന് പറയാം. അതെ, ഇൻട്രസ്റ്റ്. ഇവിടുന്ന് എങ്ങോട്ടാടാ? അങ്ങോട്ട് വഴിയൊക്കെ കാണുന്നുണ്ട്. താറിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് മഴയത്ത് ഇങ്ങനെ വെള്ളം ഇതിന്റെ മേലോട്ട് വീഴുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്. നമ്മൾ ഈ ടെന്റിലൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര ഫീലാണ്. അത് മഴക്കാലത്ത് നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നനഞ്ഞു കിടക്കുന്ന കാട്, ഒപ്പം ഡ്രിസ്ലിങ്, അപ്പോൾ ഈ ഇതിന്റെ സൗണ്ട് ഭയങ്കര രസമാണ്. ബൈക്ക് അങ്ങോട്ട് കയറ്റി പറയുന്നേട്ടോ, ഞാൻ പിടിച്ചു വെച്ചാൽ പറയണല്ലോ. പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങൾ ഓടിക്കാൻ വേണ്ടി ശരിയല്ലേ, ഒന്നും നോക്കണ്ട. ചാടി പോകും. എന്ത് ഭംഗിയാ നമുക്ക് കാണാൻ. ചെറിയ രീതിയിൽ ഫോഗ് ഉണ്ട് കേട്ടോ. അത് ഇതിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഈ മരങ്ങളുടെയും പച്ചപ്പിന്റെ ഇടയിൽ കൂടി ഈ ഫോഗും കൂടെ വരുമ്പോഴത്തേക്ക് വേറെ സീനാണ് കേട്ടോ. റൈറ്റ് സൈഡൊക്കെ ഫുൾ ഫോഗ് മൂടിയിട്ടുണ്ട്. അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ആ അല്ലേ, ഓ അടിപൊളി. അങ്ങനെ തെറിപ്പിച്ച നല്ല കല്ലുണ്ട് അല്ലേ, അരുവി. അതേപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു വേറെ ഫീൽ കേട്ടോ. നിങ്ങള് വേനൽക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ മഴക്കാലത്തും കൂടെ വരാൻ നോക്കുക. അത് ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, മഴ, കാട്, കോട, ഈ മൂന്ന് സാധനം. താറില്ലെങ്കിലും നല്ലൊരു കിഡിലൻ സ്പോട്ട് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാട്ടോ. ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ചെറിയൊരു അരുവിയാണ്. പിന്നെ അതെ ഇവിടെ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി. നമ്മളുടെ ചെക്കന് ഈ പച്ചപ്പിൽ എന്ത് ഭംഗിയാ നോക്ക്. എങ്ങനെയുണ്ട്? അരുൺ വിളിച്ച കോട വരും. അരുണെ നീട്ടി വിളിക്കണം. ഞാൻ വിളിച്ച കോട മാത്രമേ എന്റെ മോന് രക്ഷയില്ല. കാട്ടിൽ കോട വന്നിട്ട് ഫീലാ. പിന്നെ അല്ല അവരൊക്കെ ഉണ്ട്. സാധനം തള്ളണേ ഫ്രണ്ടിന്ന് അടിക്കണല്ലേ, ഒറ്റ തള്ള പുറകിന്ന്. താറിന് പവറില്ലാന്ന് വേണ്ട, കാടാണ്. കോട കോട കോട. ഇത് ഇതുവരെ കണ്ട പോലെ കേട്ടോ, ശരിക്കും നല്ല കോട ഉണ്ട്, വേറെ ഫീല്. സോ നമ്മളങ്ങനെ മാമലക്കണ്ടം എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും കാട്. ഈ മാമലക്കണ്ടം ടൗണിൽ നിന്ന് കുറച്ച് ലെഫ്റ്റ് പോകുമ്പോഴാണ് നമ്മുടെ സ്കൂൾ വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്തായാലും നിർത്തണം. ഇവിടെ ആനുണ്ട്, പക്ഷെ വീടുകളുണ്ടോ? അവിടെ ആന ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ. നമ്മുടെ നാട്ടിലെ പട്ടിയായിട്ട് അഡാപ്റ്റായ പോലെ പരിസ്ഥിതൊക്കെ ആന. ആന എല്ലാത്തിനും മുന്നിലുണ്ട്. ആഡിലടക്കം ആനയാണ്.
റൈറ്റ് സൈഡില് അടിപൊളി ഗ്രൗണ്ട് പച്ചപ്പുള്ളൊരു ഗ്രൗണ്ട്. ഗ്രൗണ്ടാണ് ഇത്രയും മലയുടെ ഇത് നോക്ക്. അയ്യോ കോട ഗായ്സ്, കോട കണ്ടോ? ആകാശ താഴെ ഇറങ്ങിയ പോലെ. കോട ഉണ്ട് ഇറങ്ങി വന്നിരിക്കണേ. പിന്നെ മൊത്തം ചളിയായി. അപ്പൊ നമ്മളിപ്പോ മാമലക്കണ്ടം സ്കൂളിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ വന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു. മാമലക്കണ്ടത്ത് ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഫ്രണ്ടിലാണ് ഇതേ കണ്ടില്ലേ ഇവിടുത്തെ വ്യൂ. എങ്ങനെയുണ്ട്? അതേ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ അവിടെ. എന്താ എഴുതിയിരിക്കണേ? ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. കൊള്ളാം. ഞങ്ങളിങ്ങനെ പറയായിരുന്നേ ഇവിടെ നിന്ന് പഠിക്കുമ്പോഴുള്ള ഫീൽ എന്തായിരിക്കും. അവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കി അടിപൊളിയായിരിക്കും ആണ്. അപ്പോൾ ഇവിടെ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2000 ആണ് ഇവിടെ 2-3 സ്ഥലങ്ങളിലേക്ക് സ്പോട്ടിൽ അവർ കാണിക്കും. നമുക്കിപ്പോൾ സമയമല്ല. 1-3 സ്പോട്ട് പറഞ്ഞു. പിന്നെ കുറച്ച് ഓഫ് റോഡും ഉണ്ട്. അപ്പോൾ ഒരു വണ്ടിക്ക് 2000 ആണ് പറഞ്ഞത്. നമുക്കിപ്പോൾ പോകണമെന്നുണ്ട് ആക്ച്വലി, പക്ഷെ നമുക്ക് സമയമല്ല. നമുക്കിനി ഇതുവഴി നേരെ അങ്ങനെ ലക്ഷ്മി പിടിച്ച് അങ്ങനെ പോകണം. അങ്ങനെ പോകാനാണ് നമ്മൾ അഗെയിൻ കാട്ടിലോട്ട് കയറുകയാണ്. അവിടെ ചോദിച്ചപ്പോൾ അവർ ഇന്ന് രാവിലെ കാനുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ കാണുന്നതാണ്. ശരിക്കും നിങ്ങൾ കാട് ഇഷ്ടമുള്ളവർ പ്രത്യേകിച്ച് ഈ മൺസൂൺ കഴിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹെവി റെയിന് വരുന്നതിന് മുന്നേ ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്തോട്ടോ. ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടും. പുറത്തായിരിക്കും, ഒരിക്കലും നഷ്ടമായിരിക്കില്ല, ഉറപ്പാണ്. പിന്നെ നമുക്ക് താറിലാവുകൊണ്ട് മെയിൻ എന്താ വെച്ചാൽ ഈ ഗട്ടറും കാര്യങ്ങളൊന്നും വിഷയമല്ല. ഇനിയിപ്പോൾ റോട്ടിൽ നിന്ന് ഇറക്കണം എന്നുണ്ടെങ്കിൽ അല്ല, അതൊക്കെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഇതിലിരുന്ന് പോകും. താറ് കയറ്റി കിട്ടുമ്പോൾ നമ്മൾ ഈ ട്രാവലിംഗ് എന്ന് പറഞ്ഞ സാധനം വേറെ ഒരു മൂഡായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളടത്ത് കയറി പോവാ. നമുക്ക് കാശൊന്നും തന്നിട്ടില്ല. നമുക്ക് കാശൊന്നും തന്നിട്ടില്ല. നമ്മള് EMI അടച്ച് പറയുന്നത് അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഫീൽ ആയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മളൊരു ഡ്രീം വണ്ടിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രീം ആയിരുന്നു. ഡൗട്ട് ഉണ്ടായിരുന്നു, കംഫർട്ട് ഉണ്ടാവോ, ലോങ് അടിക്കുമ്പോൾ എങ്ങനെയുണ്ട് താർ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരൊന്നും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ കുറച്ച് പേര് ഞങ്ങൾക്ക് ചോദിച്ചു എങ്ങനെയുണ്ട്, അവര് വാങ്ങാൻ നിൽക്കുവാണ് അല്ലെങ്കിൽ അവര് ഡ്രീം ആണ്, എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ പേഴ്സണലായിട്ട് ഓരോരുത്തരിങ്ങനെ മെസ്സേജ് അയച്ചു വിടും. എനിവേ ഒറ്റ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ താറ് വർത്താൻ തന്നെ പറയാം. അത് ഈവൻ കപ്പിൾസ് ആണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. സോ റൈഡിങ് കംഫർട്ട് ആണെങ്കിലും നല്ല ഇതേപോലെ ചളിയൊക്കെ തെറിപ്പിച്ച് ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ശരിക്കും പറഞ്ഞ താറിൽ. ഇപ്പൊ ഞങ്ങൾ വരുമ്പോഴും നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് ഇറക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇറക്കാം. പ്രത്യേകിച്ച് എന്താണ് അതാണ് ഇതൊന്നും നോക്കാനൊന്നുമില്ല, അങ്ങനെ ഇറക്കുക, അത്രേ ഉള്ളൂ. പുറകിലിരിക്കുന്നവർക്കാണെങ്കിലും നന്നായിട്ട് വ്യൂ പുറത്തുള്ളത് കാണാം. ഇതിന്റെ സൈഡ് വ്യൂ വലിയ ക്ലാസ് ആവുകൊണ്ട് അതെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇരിക്കണത് അരുൺ ബ്രോ ആണ്. പുള്ളിനെ അത് പറഞ്ഞതും പുള്ളിക്ക് ഈ ട്രാവലറിൽ ഇരിക്കണ ഫീലാണ് പറഞ്ഞത്. അത്രയും വ്യൂ കിട്ടുന്നുണ്ട് ഇതിൽ ആക്ച്വലി. പറയടാ അരുൺ, നിന്റെ എക്സ്പീരിയൻസ്. ഇത് കണ്ടോ, നമ്മളിങ്ങനെ പുറകിലിരിക്കുമ്പോ നമുക്ക് സാധാരണ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡാഷ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ പുറകിലത്തെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലത്തെ വ്യൂ പക്കയായിട്ട് നമ്മുടെ ബസ്സിലൊക്കെ ഇരുന്ന് പോണ പോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഇതേ ഹൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്കൊരു ക്ലസ്ട്രോഫോബിക് ഫീൽ ഒരിക്കലും കിട്ടത്തില്ല. കാരണം നല്ല ഒരു ലൈറ്റ് പാസേജ് ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ നിന്നുള്ള കംപ്ലീറ്റ് വ്യൂ 360 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാർക്ക് ഫീൽ നിങ്ങൾക്ക് കിട്ടത്തേയില്ല താറിലിരിക്കുമ്പോൾ. അതാണ് എൻ്റെ പുറകിൽ ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ്.
സൈഡിലൊക്കെ നല്ല ഈറ്റക്കാട് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആനേനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാണോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ. കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എങ്ങനെ നിക്കുക. ഫോഗ് കണ്ടോ? എക്സ്പെക്ട് ചെയ്തില്ല ഈ റൂട്ട് ഇത്രയും ഭംഗിയുണ്ട്. കോട മാത്രല്ല ഇത്രയും ഭംഗിയുണ്ട് ഞാൻ വിചാരിച്ചില്ല. എല്ലാരും അപ്പൊ നമ്മളിപ്പോ കാടൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഗ്രാമത്തിലോട്ട് എത്തി. അവിടുന്ന് ലെഫ്റ്റ് മൂന്നാർ പോകുന്ന വഴി കയറാണ്. മാമലക്കണ്ടം ടു ഇരുമ്പുപാലം റോഡാണ്. നമ്മളെ മുന്നിൽ തന്നെ വലിയൊരു മല, ഫോഗ്, അതിന് ചെറിയ വെള്ളച്ചാട്ടം, പിന്നെ ഈ ഒരു 2 ലൈനുള്ള ഈ റോഡ് ഇങ്ങനെ പോകണോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മളങ്ങനെ ഇരുമ്പുപാലം എത്തി. ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിച്ച് ലക്ഷ്മി എസ്റ്റേറ്റ്. ഇവിടുന്ന് കുറച്ചുകൂടി പോകുമ്പോഴത്തേക്ക് മച്ചിപ്ലാവ് എന്ന സ്ഥലം വരും. അവിടെ ലെഫ്റ്റ് കയറുന്നു. ഇത് മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി മാങ്കുളം, കല്ലാറ്, ആനക്കുളം റൂട്ടാണിത്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. മണ്ണിടിച്ചിൽ, മരം പൊട്ടൽ കണ്ടോ? എല്ലാം കണ്ടു. അപ്പോഴേക്കും ഞാൻ ക്യാം ഓൺ ആക്കിയില്ല. ഇത് ചെറിയ വഴി കേട്ടോ. പക്ഷേ ഈ നമ്മള് നോർമൽ ആ ഹൈവേ പിടിച്ച് പോണേക്കായും അടിപൊളി ഇങ്ങനത്തെ റൂട്ട് കൂടെ പോകുക കേട്ടോ. അതൊരു വേറെ ഫീലാ. മറ്റേ ഇപ്പോ നമ്മൾ നോർമൽ വഴി കൂടെ ഈ ബ്ലോക്കും കുറെ വണ്ടികളെ ബാക്കും കണ്ട് ഇങ്ങനെ പോകുന്നേക്കായി നല്ലത് ഈ ഒരു റൂട്ട് കണ്ടില്ലേ. എന്താ പറയാ, നന്നായിട്ട് എൻജോയ് ചെയ്ത്. അത് ഈ കാട് എന്നുള്ള ഭ്രാന്തം കൊണ്ടാന്നറിയില്ല, ഇതിലുള്ള 3 എണ്ണം ഇതിന്റെ ആൾക്കാരാണ്. കാണില്ല, ഞങ്ങൾക്ക് ഇതേപോലത്തെ ഉള്ള റോഡൊക്കെയാ താല്പര്യം. എന്റെ പൊന്നെ അന്യായ കയറ്റാണല്ലോ. ഇത് ബസ്സല്ലോ ഇത് കൂടെ സമയം കളയത് എങ്ങനെ കയറുന്നോ. ശ്രദ്ധിച്ചു പോണം. അത്യാവശ്യം നല്ല കയറ്റവും അതുപോലെ പെട്ടെന്നുള്ള തിരിവ്. പിന്നെ ഇത് ബസ് റൂട്ടാണ്. അപ്പൊ അത് കാരണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻജോയ് ചെയ്ത് പോവാൻ പറ്റിയ കിടിലൻ റൂട്ടാണ്. ഇതേ കോട കണ്ടോ മേളില്. വ്യൂ എവിടുന്ന് നോക്കിയാലും വ്യൂ. കോട, അതേ ചെറിയ തോട്. ചെറിയൊരു ഷോപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കയറി. ഇതും കൂടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സൂപ്പർ ആയിരിക്കും. ഇതിപ്പോ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതേ ദൂരെ ഫോഗ് നോക്ക്, അതിന്റെ ഇടയിൽ കൂടെ. അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. റോഡിലോട്ട് എത്തിയിട്ടൊന്നുമില്ല, പക്ഷെ 2 സൈഡും വെള്ളം നിറഞ്ഞ കിടപ്പുണ്ട്. അപ്പൊ ഫുള്ള് പെരുമഴയായി. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാ. പക്ഷെ എന്നാലും ഈ ഒരു മഴയത്ത് ഇത് കൂടെ ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട്. ചെറിയൊരു പേടിയുണ്ട്, വല്ല ലാൻഡ് സ്ലൈഡിങ്ങോ മരം പൊട്ടി വീഴലോ എന്തെങ്കിലുമൊക്കെയാണ്. പക്ഷെ ഇല്ല, പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇതേ നമ്മളങ്ങനെ തേയിലത്തോട്ടം കണ്ടു, മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഇത്രയും ദൂരം വന്നിട്ട് ഫസ്റ്റ് തേയിലത്തോട്ടാണ് കാണുന്നത്. അടിപൊളി, വെള്ളമൊക്കെ തെറിപ്പിച്ച് പൊന്നെ വേറെ മൂട്. ഇങ്ങോട്ട് അയ്യോ, ഒരു രക്ഷയില്ലാത്ത റൈഡ് കേട്ടോ. ഇനി നമ്മള് കോടയുടെ ഉള്ളിൽ കയറാൻ പോവാണ്. ചെറിയൊരു പേടിയുണ്ട്. ഇവിടെ നല്ല ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കോടയുടെ ഉള്ളിൽ ആനയും കൂടെ വന്നു കഴിഞ്ഞാ തേയിലത്തോട്ടത്തിൽ നിൽക്കണതാ. ആ അപ്പൊ കുഴപ്പമില്ല, കണ്ട പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് സേഫ് ഡിസ്റ്റൻസ് നിന്നാൽ മതി. എന്തായാലും കോടയുടെ ഉള്ളിൽ കയറാൻ പോവാണ്. കിടിലൻ വ്യൂ, ഒരു രക്ഷയില്ല. ഇപ്പൊ കുറച്ച് ലൈറ്റ് പോയ കാരണം വീഡിയോയില് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഈ കോടയുടെ ഉള്ളില് കോട 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 തണുപ്പുണ്ട്. പ്രത്യേകിച്ച് ഇത് താത്തുന്ന സമയത്ത് മഴത്തുള്ളി വരുന്നുണ്ട് നന്നായിട്ട്. അതിങ്ങനെ ഐസ് വാട്ടർ മേത്ത് ഇങ്ങനെ തെളിക്കുന്ന പോലെ ഉണ്ട്. മൊത്തം മൂടൊക്കെ മാറിട്ടോ. ഇതെന്തത് അരുണേ, ഇതെന്തത്
കാണുന്നല്ലേ, കുഴപ്പമില്ല. നൈസ് നൈസ്, എല്ലാം ഓരോ എക്സ്പീരിയൻസ് അല്ലേ. എല്ലാ മൂഡിലെടുക്കുന്ന ആൾക്കാരെ ആ മൂഡിലെല്ലാം എടുക്കുള്ളൂ. ഇവിടെ ഒരു ആനയും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയില്ല. വെള്ളം നല്ലോണ്ടല്ലോടാ. ആ പാലത്തിന്റെ മേലെ കയറിയില്ല, കുഴപ്പമില്ല. സേഫാണ് സേഫാണ്. മിക്കവാറും തിരിച്ചിത് കൂടെ വരികയാണെങ്കിൽ ചിലപ്പോ ഈ റോഡ് ഇങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ മഴ ആക്ച്വലി ഒന്ന് നിന്നതായിരുന്നു, ഡ്രിസ്ലിംഗ് പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വീണ്ടും നല്ല മഴയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് മഴ ഉണ്ടായത്. നമ്മളവിടെ തേയിലത്തോട്ടത്തിൽ മഴ ഇല്ലായിരുന്നു, ഡ്രിസ്ലിംഗ് ആയിരുന്നു. ഈ ഒരു കാട്ടിലോട്ട് കയറിയപ്പോ ഭയങ്കര മഴയായി. അതാ എവിടെ വഴി? കണ്ടു കണ്ടു കണ്ടു. അപ്പതേ നമ്മൾ അങ്ങനെ മൂന്നാർ ടൗണിലെത്തി. ഇതേ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. നല്ല മഴ ഉണ്ട്. അരുൺ ബ്രോയും ഷാരുദേ അവിടെ എത്തി. കഴിക്കട്ടെ. വെള്ളക്ക് എന്ത് തണുപ്പറിയോ, കൈ നോക്ക്. ഇപ്പൊ ചെറിയ തണുപ്പ് കയറുന്നുണ്ട്, കാറ്റുണ്ട്. ഡ്രസ്ലിംഗ് ഉണ്ടെന്ന് തുറക്ക്. അവനവിടെ മഴ കൊണ്ട് നിൽക്കുക. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളി, പ്രത്യേകിച്ച് തന്തൂരി. ആ തന്തൂരി ഇവിടുത്തെ നല്ല ടേസ്റ്റ്. ഇവിടെ വിരിഞ്ഞു കഴിച്ചിട്ട് കടായി ചിക്കൻ വേണ്ട, തന്തൂരി അടിപൊളിയാ. തന്തൂരി ബട്ടർ നാന് നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ അപ്പവും മുട്ടക്കറി, ബിരിയാണി ഉണ്ട്. ബിരിയാണി എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മണം വന്നപ്പോ വേണമെന്നുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യാൻ അപ്പൊ നമുക്ക് നേരെ സ്റ്റേ ചെയ്യണ്ടോ? ഗ്യാപ്പ് റോഡ് പോവാം, എന്നിട്ട് പിന്നെ സ്റ്റേയുടെ കാര്യമൊക്കെ ആലോചിക്കാം. ഗ്യാപ്പ് റോഡ് കയറാൻ പോവാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മഴ ഉണ്ട്. മഴ തോർന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും, മഴ തോർന്നാലും ഇല്ലെങ്കിലും എവിടെയെങ്കിലും സൈഡാക്കി കുറച്ചു നേരം തണുപ്പൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ടിരിക്കണം. ഒരുപാട് വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു അത്യാവശ്യത്തിന് തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഡ്രിസ്ലിംഗ് വിട്ടു കേട്ടോ. നല്ല മഴയാണിപ്പോ. അപ്പോൾ ഈ മഴത്തുള്ളിക്ക് നല്ല തണുപ്പുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി തണുപ്പ് കുറവാണ്. നമ്മൾ അന്ന് മൂന്നാർ വന്നപ്പോ ഇതായിരുന്നില്ലല്ലോ തണുപ്പ്. ആദ്യത്തെ നല്ല കിടകിടാന്ന് നടക്കുന്ന തണുപ്പായിരുന്നു. ഇപ്പൊ ആ ഒരു തണുപ്പില്ല. പക്ഷെ ഷാരു ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളാരും ഹുഡിയൊന്നും ഇട്ടിട്ടില്ല. ഒന്നാമത് കൊടുന്നില്ല, ഇല്ലെങ്കിൽ ഇടായിരുന്നു. കോട കിട്ടി ഗ്യാപ്പ് റോഡിൽ, കോട കിട്ടി. ഫുള്ള് കോട. നൈസ്. ഇതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഇതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അത് പോവും ചെയ്തു. പക്ഷെ ഇതാ കോട കിട്ടി. ഇനിയുണ്ട്. ഇതാണ് ആക്ച്വലി ഗ്യാപ്പ് റോഡിന്റെ സ്റ്റാർട്ടിങ്. ഇതിന്റെ ഈ സൈഡാണ് എപ്പോഴും കോട വരാറ്. നമ്മൾ അവിടെ ഒന്നും അങ്ങനെ വരാറില്ല. ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ ലോക്കാട്ട് വ്യൂ പോയിന്റിന്റെ അവിടെ ചുമ്മാ സൈഡാക്കി കുറച്ചു നേരം നിൽക്കുവാണ്. ഡ്രിസ്ലിംഗ് അല്ല, ഡ്രിസ്ലിങ്ങിനേക്കാൾ ഒരു പൊടിക്ക് മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അയ്യോ നല്ല തണുപ്പുണ്ട്. സോ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. മൂന്നാർ എത്തി. മൂന്നാർ ഞങ്ങളുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി മാമലക്കണ്ട ഒരു റൈഡ് പോവാന്ന് വിചാരിച്ച്. മാമലക്കണ്ട റൂട്ട് ഒരു രക്ഷയില്ല, പ്രത്യേകിച്ച് മൺസൂണില്. പറ്റുന്നവരെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഞങ്ങൾ വാൽപ്പാറ പോയപ്പോ നമ്മൾ മറ്റേ മലക്കപ്പാറ റൂട്ട് അതേപോലെയല്ല, അതിനേക്കാളും ഭംഗി എനിക്ക് ഇതാ തോന്നിയത്. അല്ലേ? ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല തണുപ്പുണ്ട് കേട്ടോ. എല്ലാം കിട്ടി. പിന്നെ നമ്മളുടെ ഈ ഇരിക്കണ വീഡിയോ എടുക്കുന്ന മുതല് അവനെ ഞങ്ങൾ വിളിച്ചു. അപ്പൊ അവൻ വേറെ ബിസി. അവനും കൂടെ ഉണ്ടാവുകൊണ്ട് വേറെ ലെവലാട്ടോ. ഞങ്ങള് നാലാവര്, ഞാന്, ഇവള്, അവന്, പിന്നെ ഞങ്ങളെ ചെക്കൻ, ഞങ്ങളുടെ ബേബി. ചുണ്ടൊക്കെ കടിക്കണ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ശരിക്കും പറഞ്ഞ വർക്കുന്നൊക്കെ വിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ ഇനി എന്താ ലാസ്റ്റ് പറയാറുള്ളത്? ഞങ്ങളുടെ ചങ്ക് അപ്പൊ എല്ലാരും ഇറങ്ങുക, എല്ലാരും എൻജോയ് ചെയ്യുക, ട്രാവൽ ചെയ്യുക.
ഞങ്ങൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ പോലുള്ള പ്രാന്തുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഇറങ്ങണം, ഒരു രക്ഷയില്ല. ഇവരുടെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുക ഞാൻ. ഞങ്ങൾ മിക്കവാറും ഇവനെ വിളിക്കാത്ത ദിവസം ഇവന് എന്തെങ്കിലും തിരക്കുണ്ടാവും. അയ്യോ. എന്നാ അപ്പൊ ഞങ്ങൾ എന്നാ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. മുട്ടിന്റെ തണുപ്പുണ്ട് കേട്ടോ, അതുപോലെയല്ല വെള്ളമൊക്കെ തട്ടിപ്പോ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക, ട്രാവൽ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി, ഇതുപോലെ വരച്ചിരിക്കും. എന്ത് ഡിപ്രഷനോ എന്ത് സങ്കടം എന്തുണ്ടെങ്കിലും എല്ലാം ഇറങ്ങാ പൊളിക്കുക. സോ അപ്പൊ ഈ വീഡിയോയുടെ വേണ്ടി പോയിട്ട് ടാറ്റാ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.